3 ദിവസമായി വൈദ്യുതിയില്ലെന്ന നാട്ടുകാരുടെ പരാതിയിൽ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന ട്രാൻസ്ഫോമർ കാണിച്ച് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ വിശദീകരണം. വള്ളം തുഴഞ്ഞെത്തി ട്രാൻസ്ഫോമറിന്റെ അവസ്ഥ കാണിച്ചാണ് KEB ഉദ്യോഗസ്ഥന്റെ വിശദീകരണം. ജീവനാണ് പ്രാധാന്യം, അത് കഴിഞ്ഞു മതി വൈദ്യുതി എന്ന് രാജേഷ് കുമാർ പിള്ള പറഞ്ഞു. തുരുത്തിക്കാട് ഭാഗത്ത് വൈദ്യുതി പുനഃസ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. നമ്മൾ തുരുത്തിക്കാട് കട്ടക്കമ്പനിയുടെ അവിടുത്തെ ട്രാൻസ്ഫോമറിന് അടുത്തു, അതിനുവേണ്ടി ഇറങ്ങിയതാണ്. നേരത്തെ പറഞ്ഞ പോലെ 2026 ഓഗസ്റ്റ് 3-ാം തീയതി വൈകുന്നേരം 6 മണിക്ക് ശേഷം ട്രാൻസ്ഫോമറിന് ഏകദേശം അടുത്തെത്തി. ഞാൻ പൊതുവായിട്ട് എന്നെ വിളിക്കുന്ന ആൾക്കാർക്കും എല്ലാം ആ ട്രാൻസ്ഫോമറിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കാണിക്കാം, അതെങ്ങനെയാണ് ചാർജ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇതിനു വേണ്ടി ധാരാളം കോളുകൾ വരുന്നുണ്ട്. എൻ്റെ പേഴ്സണൽ ഫോൺ ഞാൻ സൈലൻറ്റിൽ ഇട്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് കോൾ കാണാത്തത്. ആ ട്രാൻസ്ഫോമറിൻ്റെ അടുത്തെത്തി. ഒരു എഞ്ചിനീയറുടെ അവസ്ഥയെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വന്ന് കാണിക്കുക, ഈ ട്രാൻസ്ഫോമർ ഞാൻ ഓണാക്കണോ ചങ്ങാതി എന്നുള്ളതാണ് പുള്ളി ചോദിക്കുന്നത്. ഈ ട്രാൻസ്ഫോമർ ഓണാക്കിയ പിന്നെ അവിടെ എന്താ സംഭവിക്കുക എന്നുള്ളത് നമുക്കറിയാമല്ലോ. അപ്പോൾ ചിലയിടങ്ങളിലൊക്കെ വൈദ്യുതി തടസ്സപ്പെടുത്തുന്നതിൻ്റെ കാരണം ഇതാണ്. ഇതറിയാതെ KEBയിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥരുടെ മേൽ വെക്കിട്ട് കയറരുത്. ഈ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ പോലെ നിരവധി ആളുകൾ അവർ വള്ളം തുഴഞ്ഞു വന്ന് ഈ ദൃശ്യം കാണിച്ചത് ഞങ്ങൾ നിങ്ങളുടെ കറണ്ട് എടുത്തുകൊണ്ട് പോയതല്ല, ഇതാണ് അവസ്ഥ, ഇവിടെ എങ്ങനെയാണ് ഈ ട്രാൻസ്ഫോമർ ഞങ്ങൾ ഓണാക്കുക എന്നുള്ളതാണ് ചോദിച്ചത്. ഈ ട്രാൻസ്ഫോമർ ഓണാക്കി കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്തൊന്നും പറയണ്ടല്ലോ എന്തായിരിക്കും അവസ്ഥയെന്ന്. അത്രമാത്രം വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ് ഒരു ട്രാൻസ്ഫോമർ തന്നെ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വൈദ്യുതി കുറച്ച് ദിവസം കൂടി മുടങ്ങാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ ഫോണൊക്കെ ചാർജ് ഔട്ട് ആവാനുള്ള സാധ്യതയുമുണ്ട്. അതാണ് അല്പം ആശങ്ക. കാര്യം വൈദ്യുതി ഇല്ലാത്ത സ്ഥലങ്ങളിൽ തുടർച്ചയായിട്ട് ഫോൺ ആശങ്ക എന്ന് പറയാനുള്ള കാര്യം, എന്തെങ്കിലും ഒരു എമർജൻസിക്ക് കോൾ ചെയ്യാൻ പോലും ഫോണിൽ ചിലപ്പോൾ ചാർജ് കാണണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് അടിയന്തരമായി ഇത്തരം സ്ഥലങ്ങളിലുള്ളവർ ആദ്യം ആ സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് പോയി വൈദ്യുതിയുള്ള സ്ഥലത്ത് പോയിട്ട് മൊബൈൽ ഫോൺ ഫുൾ ചാർജ് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. പവർ ബാങ്കുകളും ചാർജ് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. കാര്യം ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ എന്തെങ്കിലും ഇൻഫർമേഷൻ വരുന്നുണ്ടെങ്കിൽ അത് ഈ മൊബൈൽ ഫോൺ വഴിയല്ലേ വരിക, വൈദ്യുതി പോയാൽ അത് പറ്റൂലല്ലോ. അപ്പോൾ റാന്നിയിൽ KEBക്ക് വൻ നാശനഷ്ടമാണ് ഉണ്ടായത്. മാമുക്കിലെ 2 ട്രാൻസ്ഫോമറുകൾ വെള്ളം കയറി നശിച്ചു. 2 ട്രാൻസ്ഫോമറുകളും മാറേണ്ടി വരുമെന്നാണ് KEB അധികൃതർ അറിയിക്കുന്നത്. പരമാവധി വേഗത്തിൽ ട്രാൻസ്ഫോമറുകൾ മാറ്റാനാണ് KEBയുടെ ശ്രമം. പ്രവീൺ പുരുഷോത്തമനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. പ്രവീൺ, ഈ മഴക്കെടുതിക്കൊപ്പം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കറണ്ടില്ലാത്തതാണ്. പെട്ടെന്ന് കറണ്ട് പോയി 2-3 ദിവസമായിട്ട് ഇരുട്ടിൽ കഴിയുന്ന മനുഷ്യരാണ്. പലരും ചാർജ് ചെയ്യാൻ പോലും പറ്റാത്ത സാഹചര്യമുണ്ട്. ജീവിതത്തെ വല്ലാതെ ബാധിച്ചു തുടങ്ങുന്നു. അപ്പോൾ ഈ ട്രാൻസ്ഫോമറൊക്കെ മാറ്റാൻ കുറച്ച് സമയം എടുക്കുമോ? എന്താണ് അവസ്ഥ പൊതുവെ റാന്നിയിൽ? അരുൺ, റാന്നിയിൽ KEBക്ക് ഈ ഒരു വെള്ളപ്പൊക്കത്തിൽ വലിയ നാശനഷ്ടമാണ് ഉണ്ടായത്. ഞാനിപ്പോൾ റാന്നിയിലെ മാമുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നത്. ഇവിടെ കഴിഞ്ഞ ദിവസത്തെ വെള്ളപ്പൊക്കമൊക്കെ നാം കണ്ടതാണ്. ഈ ഭാഗത്ത് ഈ ഒരു വലയുടെ മുകൾ വശം വരെ അത്രയും ഉയരത്തിൽ വെള്ളം കയറിയിരുന്നു. അതിന് സമീപത്തായാണ് KEBയുടെ 2 ട്രാൻസ്ഫോമർ ഉള്ളത്. ഇത് മാമുക്കിന് സമീപമുള്ള കാച്ചാണം ആ ഭാഗമാണ്. നമുക്ക് ആ ദൃശ്യത്തിൽ കാണാം 2 വലിയ ട്രാൻസ്ഫോമറുകളുണ്ട്. ഇത് പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിപ്പോയ അവസ്ഥയായിരുന്നു. ഇതിന്റെ മുകൾ ഭാഗം വരെ വെള്ളമുണ്ടായിരുന്നു. ഇപ്പോൾ KEB അധികൃതർ പറയുന്നത് ഈ 2 ട്രാൻസ്ഫോമറുകളും ഇനി ഇത് മാറ്റി സ്ഥാപിച്ചെങ്കിലേ പറ്റൂ എന്നുള്ള 100 കിലോവാട്ട് അത്രയും കപ്പാസിറ്റിയുള്ള 2 ട്രാൻസ്ഫോമറുകളാണ് ഇവിടെയുള്ളത്. ഇത് പൂർണ്ണമായും നശിച്ചു പോയിരിക്കുന്നു. ഇവിടെ ഒരു വലിയ തോടുണ്ട്. പമ്പ നദിയിൽ നിന്നും വെള്ളം ആ കാണുന്ന വലിയ തോട്ടിലേക്ക് ഇറങ്ങിയ വലിയ തോട് കവിഞ്ഞാണ് ഈ 2 ട്രാൻസ്ഫോമറുകളും മുങ്ങിയത്. അങ്ങനെ KEBയെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ ഭാഗത്ത് ഈ വൈദ്യുതി പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ KEB നടത്തുന്നുണ്ട്. പക്ഷേ അതിനുള്ളൊരു പരിഹാരം എന്നുള്ളത് ഈ 2 ട്രാൻസ്ഫോമറുകൾ മാറിയേ പറ്റൂ. ഈ കേടായിട്ടുള്ള വൈദ്യുതി പോസ്റ്റുകൾ, ഒപ്പം തന്നെ ഈ മറ്റ് നഷ്ടങ്ങളുടെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ KEB അത് പരിശോധിച്ച് വരുന്നതേ ഉള്ളൂ. പരമാവധി ഇടങ്ങളിൽ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള നടപടി എത്രയും വേഗം തുടങ്ങുമെന്നാണ് KEB അധികൃതർ പറയുന്നത്. ഇന്നിപ്പോൾ ചോദിച്ചപ്പോൾ ഈ 2 ട്രാൻസ്ഫോമർ മാറ്റുന്നതിനുള്ള നടപടി ഇന്ന് തന്നെ ഉണ്ടാകുമെന്ന് അവർ അറിയിക്കുന്നു. അപ്പോൾ ജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ഒന്നാമത് വെള്ളപ്പൊക്കം, അതിന്റെ കൂട്ടത്തിൽ ഈ വൈദ്യുതി പ്രതിസന്ധി കൂടി വരുമ്പോൾ ജനങ്ങൾ പലപ്പോഴും ക്ഷോഭിതരാകാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും റാന്നിയെ സംബന്ധിച്ച് വലിയ നാശനഷ്ടമാണ്. അതിന്റെ നഷ്ടത്തിന്റെ കണക്കൊക്കെ അവർ തിട്ടപ്പെടുത്തുന്നതേ ഉള്ളൂ. മാമുക്കിലെ ഈ 2 ട്രാൻസ്ഫോമറുകളും അടിയന്തരമായി മാറ്റി സ്ഥാപിക്കുമെന്നാണ് ഇപ്പോൾ KEB അധികൃതർ പറയുന്നത്. അരുൺ. ഓക്കെ, താങ്ക് യു. പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങൾ നൽകിയത്. താങ്ക് യു പ്രവീൺ. അപ്പോൾ കുറച്ച് ദിവസം കൂടി എടുക്കും ആ ഭാഗത്തുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരിക്കൽ കൂടി പറയുന്നു, കറണ്ട് പോകാൻ സാധ്യതയുള്ള ഇടങ്ങളിൽ നിങ്ങളുടെ മൊബൈൽ ഫോണുകളും പവർ ബാങ്കുകളും റീചാർജ് ചെയ്ത് തന്നെ സൂക്ഷിക്കുക. അടിയന്തരമായി സർക്കാരിൻ്റെ അലേർട്ടുകൾ, മുന്നറിയിപ്പുകൾ, രക്ഷാപ്രവർത്തകരുടെ കൂടുതൽ വിവരങ്ങൾ, മഴ മുന്നറിയിപ്പുകൾ ഇതൊക്കെ വരുന്നത് പിന്നെ നമ്മുടെ വാർത്തയൊക്കെ ഇടയ്ക്ക് കാണണ്ടേ. അപ്പോൾ മൊബൈൽ ഫോണൊക്കെ ഒന്ന് ചാർജ് ചെയ്ത് വയ്ക്കുന്നത് അല്പം നന്നായിരിക്കും.